മകൻ നക്ഷത്രക്കാർ പൊതുവെ റോയൽ ആയിരിക്കും. അതായത് കുറച്ച് ആർഭാടത്തോടെ ഇരിക്കണം എന്ന് ആഗ്രഹം ഉള്ളവരായിരിക്കും. അതുപോലെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഇവർക്ക് നന്നായിട്ട് തന്നെയുണ്ട്. അതുപോലെ ട്രഡീഷണൽ വാല്യൂ ഇവർ സ്ട്രോങ്ലി നന്നായിട്ട് തന്നെ ഇവർ ഫോളോ ചെയ്യാറുമുണ്ട്. ഈ കഴിഞ്ഞ ഓഗസ്റ്റിൽ നിങ്ങൾക്ക് എന്തായാലും റിലേഷൻഷിപ്പിൽ നല്ലൊരു ഈഗോ ക്ലാഷ് എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും. അതുപോലെ ബിസിനസ്സിന് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നല്ല സ്ലോ ആയിട്ടുണ്ടാവും. അതിൻ്റെ പേപ്പർ വർക്ക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഡിലേ ആയിട്ടുണ്ടാവും. ഹെൽത്ത് ഫാറ്റീഗ് എന്തായാലും നിങ്ങൾക്ക് എന്തായാലും ഓഗസ്റ്റിൽ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ ഈ സെപ്റ്റംബറിൽ അങ്ങനെ ഒന്നുമല്ല. കരിയർ പരമായിട്ട് ഹയർ അതോറിറ്റിയിൽ നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു റെക്കഗ്നിഷൻ ഉണ്ടാവും. പ്രൊമോഷൻ ചാൻസസ് എന്തായാലും നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് അത് നന്നായിട്ട് തന്നെ സ്വീകരിക്കുക, സന്തോഷത്തോടെ തന്നെ സ്വീകരിക്കുക. പക്ഷെ നിങ്ങൾക്ക് പറ്റാത്ത കാര്യമാണെങ്കിൽ പറ്റില്ല എന്ന് പറയാൻ നിങ്ങൾ മടിക്കാൻ പാടില്ല. അത് വേണിച്ചാൽ ജോലി പോകുന്ന കേസായിരിക്കും. പക്ഷെ പറ്റില്ല എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം നിങ്ങൾക്ക് വലുത് നിങ്ങളുടെ മനസ്സമാധാനം തന്നെയാണ്. ബിസിനസ് പരമായിട്ട് ലോങ് പെൻഡിങ്സ് എല്ലാം ഉണ്ടെങ്കിൽ അതെന്തായാലും ഡീൽസ് ഒക്കെ ക്ലോസ് ചെയ്യുക തന്നെ വേണം. അതുപോലെ സാമ്പത്തികപരമായിട്ട് ലക്ഷറി എക്സ്പെൻസ് കൂടുതലാവും. നിങ്ങളത് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല. നിങ്ങൾ വാങ്ങുന്നത് കൂടുതലും ആവശ്യമില്ലാത്ത സാധനങ്ങളായിരിക്കും. അത് അപ്പം തോന്നില്ല, അപ്പം നിങ്ങൾക്ക് അതെന്തായാലും വേണം എന്ന് തന്നെ തോന്നും. പക്ഷെ അത് ഒരു ആവശ്യമില്ലാത്ത സാധനമായിരിക്കും നിങ്ങൾക്കത് ഭാവിയിലേ അറിയുള്ളൂ. അതുകൊണ്ട് പരമാവധി ശമ്പളമൊക്കെ കിട്ടുകയാണെങ്കിൽ ആദ്യത്തെ 10-15 ദിവസത്തേക്ക് ഒന്നും വാങ്ങാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. റിലേഷൻഷിപ്പ് പ്രകാരം നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറെ ഡൊമിനേറ്റ് ചെയ്യാതിരിക്കുക. സംസാരിച്ച് അവരെ തോൽപ്പിക്കാൻ ശ്രമിക്കാതിരിക്കുക. കാരണം അത് പ്രശ്നമാവും. അതർവൈസ് അതൊരു ക്ലാഷ് തന്നെ ആവും. അതുകൊണ്ട് അവർ പറയണ ശ്രദ്ധയോടെ കേൾക്കുക. എന്നിട്ട് അതിൻ്റെ പിറ്റേ ദിവസം മാത്രം അതിന് നല്ല കാമായിട്ട് മറുപടി കൊടുക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ നല്ലൊരു പ്രശ്നം തന്നെ ഉണ്ടാവും. ആരോഗ്യപരമായിട്ട് നോക്കുകയാണെങ്കിൽ ചെറിയ ബാക്ക് പെയിന് ഒക്കെ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. റെഗുലർ എക്സസൈസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പ്രശ്നവും നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവില്ല. മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ അതും കുറച്ച് നല്ല റിലാക്സ് തന്നെ ആയിരിക്കും.